trachea, bronchus, bronchiole, lungs, pleura, diaphragm, alveolus. Good boy. Okay, Pradeep ഇപ്പോ വായിച്ചു അല്ലേ? ഓരോ പാർട്സിന്റെ പേര് വായിച്ചില്ലേ? ഏതൊക്കെയാണ്? ഇനി നമുക്ക് നോക്കാം ഇത് ഏതൊക്കെ പാർട്സ് ആണ്. നമ്മൾ റെസ്പിറേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയണ്ടേ? നമ്മൾ ഇങ്ങനെ വിടുന്ന അല്ല ശ്വാസം എടുക്കുന്നത് ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പോൾ നമ്മുടെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കേ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് നേസൽ ക്യാവിറ്റി അല്ല വരുന്നത്. ഫസ്റ്റ് പാർട്ട് നോസ്ട്രിൽസ് ആണ് വരുന്നത്. ടീച്ചർ മാർക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ ആൾ മോളിലായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ക്ഷമിക്കണേ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താ? നോസ്ട്രിൽസ്. നോസ്ട്രിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന്റെ ദ്വാരങ്ങളാണ്. അവിടെ വഴി എയർ നമ്മുടെ ഉള്ളിലേക്ക് കയറും. Then next part ആരാണ്? നേസൽ ക്യാവിറ്റി. നോസ്ട്രിൽസിലൂടെ എൻ്റർ ചെയ്ത എയർ ഇവിടെ ഫിൽട്ടർ ചെയ്യും. നമ്മുടെ അരിപ്പയില്ലേ, നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയിൽ എന്താ നമ്മൾ മട്ട് അടിയുമാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നേസൽ നോസ്ട്രിൽസിലൂടെ വന്ന എയറിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം നേസൽ ക്യാവിറ്റി ഫിൽട്ടർ ഔട്ട് ചെയ്യും. ലങ്സിൽ എത്തുന്നതിന് മുമ്പേ ഫിൽട്ടർ ഔട്ട് ചെയ്യും. അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then നോസ്ട്രിൽസ് കഴിഞ്ഞ് പിന്നെ ആരാ വരുന്നത്? ഒന്ന് പറഞ്ഞേക്കിതാ. ട്രാക്കിയ ഇരുന്നോ? അപ്പോ ട്രാക്കിയ നോസ്ട്രിൽസിൽ നിന്ന് എയർ നേരെ എവിടെ വരും? ട്രാക്കിയയിൽ വരും. ട്രാക്കിയ എന്താ? ഒരു ലോങ് ട്യൂബ് പോലെയാണ് അല്ലേ? ഇത് നോക്കിക്കേ, ഒരു സി ഷേപ്ഡ് റിംഗ്സ് ഉള്ള ലോങ്
ക്ലാസ്സിലാണ്. Then,